പ്രിയ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, എൻ്റെ പേര് രാഹുലൻ. കോഴിക്കോട് ഈസ്റ്റിൽ കേന്ദ്രമായി മാത്തമാറ്റിക്സ് അക്കാദമി എന്ന മാത്സ് കോച്ചിങ് സെൻറ്റർ നടത്തുന്ന അധ്യാപകനാണ്. ലോകം മുഴുവൻ ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ മാത്സ് പഠനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് സഹായകരമാകുന്ന തരത്തിൽ ഒരു യൂട്യൂബ് ചാനൽ ഇന്നു മുതൽ എൻ്റെ സ്ഥാപനം ആരംഭിക്കുകയാണ്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള മാത്സ് പഠനത്തിൻ്റെ വീഡിയോസ് ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. SSLC വിദ്യാർത്ഥികൾക്ക് മാത്സിലെ ആദ്യത്തെ ചാപ്റ്ററാണ് അരിത്തമെറ്റിക് സീക്വൻസ്. ഏകദേശം ബോർഡ് എക്സാമിന് 12 മാർക്ക് വരെ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്. ഈ ചാപ്റ്ററിനെ 3 പാർട്ടാക്കി ഞാൻ അതിനെ മുറിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്പർ സീക്വൻസ് ആൻഡ് അരിത്തമെറ്റിക് സീക്വൻസ്. എന്താണ് നമ്പർ സീക്വൻസ്, എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്, ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ആൾജിബ്രിക് ഫോം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്. തേർഡ് പാർട്ട് എന്ന് പറയുന്നത് സം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്. അങ്ങനെ 3 പീസായിട്ട് നമുക്ക് 3 വീഡിയോസിലൂടെ നമുക്ക് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ എന്താണ് സീക്വൻസ്? സീക്വൻസിനെ കുറിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പാറ്റേൺ, നമ്പർ പാറ്റേൺ. ഞാൻ എക്സാമ്പിൾ ആയി കുറച്ച് സീക്വൻസ് ഇവിടെ എഴുതാം. 5, 10, 15, etc. 2, 4, 2, 4, 6, etc. Half, 1, 1.5, etc. 2, 4, 8, 16, etc. 5, 7, 10, 14, etc. 5 സീക്വൻസ് ഞാൻ കൂടുതൽ പ്രവൃത്തിയായിട്ട് എഴുതിയിരിക്കുകയാണ്. ഇതിനൊക്കെ നമുക്കറിയാം സീക്വൻസ് എന്താ. സീക്വൻസ് എല്ലാവർക്കും അറിയാം. കളക്ഷൻ ഓഫ് നമ്പേഴ്സ് റിട്ടൺ ഇൻ ഓർഡർ ആസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് സോ ഓൺ അക്കോർഡിംഗ് ടു എ ഡെഫിനിറ്റ് റൂൾ. അതിനെ നമ്മൾ നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന 5 സീക്വൻസും കളക്ഷൻ ഓഫ് നമ്പേഴ്സ് ആണ്. ഡെഫിനിറ്റ് റൂൾ ഉണ്ട്. ആ റൂൾ പ്രകാരമാണ് ഈ സീക്വൻസിനെ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് സീക്വൻസ് നോക്കുക. 5, 10, 15, etc. നമ്പർ സീക്വൻസ് ആണ്. എന്താ റൂള്? ആഡിങ് 5 again and again. Then 2, 4, 6, etc. The sequence ആണ്. എന്താ റൂള്? ആഡിങ് 2 again and again. Half, 1, 1.5, etc. എന്താ റൂള്? ആഡിങ് half again and again. 2, 4, 8, 16, etc. എന്താ റൂൾ വന്നിരിക്കുന്നത്? 2 into 2, 4, 4 into 2, 8, 8 into 2, 16. Multiply 2 again and again. 5, 7, 10, 14, etc. എന്താ റൂൾ? Adding 2
adding 3, adding 4, etc. ഈ തന്നിരിക്കുന്ന ബോർഡിൽ എഴുതിയിരിക്കുന്ന 5 പാറ്റേൺ നമുക്ക് 5 എണ്ണത്തിന് നമുക്ക് നമ്പർ സീക്വൻസ് എന്ന് വിളിക്കാം. നമ്പർ സീക്വൻസ് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് റിട്ടൺ ആസ് ഡെഫിനിറ്റ് റൂൾ, ഒരു പ്രത്യേക നിയമപ്രകാരം എഴുതുന്നതാണ് നമ്പർ സീക്വൻസ്. ഈ നമ്പർ സീക്വൻസ് തന്നെ ഒരു കളക്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക സീക്വൻസിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പരിചയപ്പെടാം എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്. ഞാൻ പറയുന്നു ഫസ്റ്റ് എഴുതിയിരിക്കുന്ന സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. സെക്കൻഡ് സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ്, തേർഡ് arithmetic sequence, fourth not an arithmetic sequence, fifth not an arithmetic sequence. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ പെട്ടെന്ന് നമുക്ക് ഇതിന്റെ ആ ഒരു ടെക്നിക് ഇതിൽ നിന്ന് നമുക്ക് പിടികിട്ടിയിട്ടുണ്ട് എന്താണ് arithmetic sequence. Arithmetic sequence എന്താണ്? Arithmetic sequence is a sequence. കോമൺ ആയിട്ട് പറയാം, arithmetic sequence is a sequence starting with a number, adding a fixed number again and again. എല്ലാ അരിത്തമെറ്റിക് സീക്വൻസിലും എല്ലാ സീക്വൻസിലും ഒരു നമ്പർ സ്റ്റാർട്ട് ചെയ്യും, അതെല്ലാവർക്കും അറിയാം, ആരും പറയേണ്ട ആവശ്യമില്ല. ഇവിടെ സ്റ്റാർട്ടിംഗ് വിത്ത് നമ്പർ, ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ആഡിങ് എ ഫിക്സഡ് നമ്പർ അഗൈൻ ആൻഡ് അഗൈൻ, വീണ്ടും വീണ്ടും വേറൊരു നമ്പർ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ നോക്കൂ, 5 adding 5 adding 5 adding 5 etc. Then next നോക്കൂ 2 2 2 ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത നോക്കൂ ഹാഫ് 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 ആഡ് ചെയ്യുന്നു. ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് ആഡിങ് 2, സോറി ഫസ്റ്റ് മൾട്ടിപ്ലൈയിങ് 2, സെക്കൻഡ് മൾട്ടിപ്ലൈയിങ് 2, തേർഡ് മൾട്ടിപ്ലൈയിങ്, ആഡിങ് അല്ല മൾട്ടിപ്ലൈയിങ് അഗൈൻ ആൻഡ് അഗൈൻ. അപ്പോൾ ഇതെന്തല്ല അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഫിഫ്ത്ത് സീക്വൻസ് ശ്രദ്ധിക്കില്ലാരും, 5 5 + 2 7 + 3, ഫസ്റ്റ് ആഡ് ചെയ്യുന്നു 2, പിന്നെ 3, പിന്നെ 4, അങ്ങനെ ഡിഫറെന്റ് നമ്പർ ആണ് ആഡ് ചെയ്തു പോകുന്നത്. അപ്പോൾ ഇത് രണ്ടൊന്നല്ല അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സീക്വൻസ് സ്റ്റാർട്ടിംഗ് വിത്ത് എ നമ്പർ, ആഡിങ് എ ഫിക്സഡ് നമ്പർ അഗൈൻ ആൻഡ് അഗൈൻ, വീണ്ടും വീണ്ടും ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ടൈപ്പ് സീക്വൻസിനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ എന്താണ് നമ്പർ സീക്വൻസ്, എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പഠിച്ചു. All arithmetic sequence is a number sequence, but all number sequence is not an arithmetic sequence. എല്ലാ അരിത്തമെറ്റിക് സീക്വൻസും എന്താണ് നമ്പർ സീക്വൻസ് കാറ്റഗറിയിൽ വരുന്നതാണ്. ബട്ട് എല്ലാ നമ്പർ സീക്വൻസ് എന്തല്ല അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഒരൊറ്റ സീക്വൻസിനെ കുറിച്ച് നിങ്ങൾ വളരെ വൃത്തിയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പൊ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് മനസ്സിലായി, എന്താണ് അതിന്റെ നമ്പർ സീക്വൻസും അരിത്തമെറ്റിക് സീക്വൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കി. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, തന്നിരിക്കുന്ന 5 സീക്വൻസിൽ അരിത്തമെറ്റിക് സീക്വൻസിനെ കുറിച്ച് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. സ്റ്റാർട്ടിംഗ് വിത്ത് എ നമ്പർ, ആഡിങ് എ ഫിക്സഡ് നമ്പർ അഗൈൻ ആൻഡ് അഗൈൻ, വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണം. സ്റ്റാർട്ടിംഗ് വിത്ത് എ നമ്പർ, adding a fixed number again and again, that is called arithmetic sequence. ഇനി നമുക്ക് പഠിക്കുന്ന ഒരു ടോപ്പിക് പൊസിഷൻ ആൻഡ് ടേംസ്. അരിത്തമെറ്റിക് സീക്വൻസിലെ പൊസിഷൻ ആൻഡ് ടേംസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കുന്നത്. എന്താണ് പൊസിഷൻ, എന്താണ് ടേംസ്? നമുക്കറിയാം, നമുക്കൊക്കെ വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ പൊസിഷൻ ഉണ്ട്. മൂത്ത ആൾ ഫസ്റ്റ് പൊസിഷൻ, രണ്ടാമത്തെ ആൾ സെക്കൻഡ് പൊസിഷൻ, അങ്ങനെ പൊസിഷൻ ചേഞ്ച് ചെയ്യാറുണ്ട്, പൊസിഷൻസ് കറക്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ഈ പാറ്റേണില് സീക്വൻസിന്, അരിത്തമെറ്റിക് സീക്വൻസിനും എന്തുണ്ട്, പൊസിഷൻ ഉണ്ട്, അതിനൊരു ടേംസ് ഉണ്ട്. നമുക്കിവിടെ പരിചയപ്പെടാം. ഫസ്റ്റ് നമ്പർ ആണ് ഇവിടെ 5. then first number is called first term, second number second term, third number third term, fourth number fourth term, continuous ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് നമ്പർ ഫസ്റ്റ് ടേം, സെക്കൻഡ് നമ്പർ സെക്കൻഡ് ടേം, തേർഡ് നമ്പർ തേർഡ് ടേം, അങ്ങനെയാണ് ഇതിന്റെ പൊസിഷൻ ആൻഡ് ടേംസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം എക്സെട്ര, അങ്ങനെ മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. അങ്ങനെ ഇനി പറയുള്ളൂ ചാപ്റ്ററിലുടനീളം. ഫസ്റ്റ് നമ്പർ ഫസ്റ്റ് ടേം, സെക്കൻഡ് നമ്പർ സെക്കൻഡ് ടേം, തേർഡ് നമ്പർ തേർഡ് ടേം എക്സെട്ര. ഇതാണ് നമ്മൾ എന്ന് പറയുന്നത് പൊസിഷൻ ആൻഡ് ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ്. ഇവിടെ നോക്കാം, പൊസിഷൻ ആൻഡ് ടേംസ് തന്നെ നമ്മൾ പറയുമ്പോൾ നോക്കാം. ഇവിടെ ശ്രദ്ധിക്കില്ലാരും, ആദ്യം നോക്കുക, 5 adding 5 10 ആയി, adding 5 15 ആയി, അങ്ങനെ ഒരു ഫിക്സഡ് നമ്പർ അങ്ങനെ ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്.
That fixed number is called the common difference. ആ fixed number എന്ന് പറയുന്ന പേരാണ് common difference എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സീക്വൻസിന്റെ common difference ആരാണ് 5. സെക്കൻഡ് സീക്വൻസിന്റെ common difference ആരാണ് 2. തേർഡ് സീക്വൻസിന്റെ common difference ആരാണ് ഹാഫ്. ഫോർത്തിന് common difference ഇല്ല, അതുകൊണ്ട് it is not an arithmetic sequence. ഫിഫ്ത്തിന് common difference ഇല്ല, അതുകൊണ്ട് it is not an arithmetic sequence. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടി പറയാം. കോമൺ ഡിഫറൻസ് ഉള്ള സീക്വൻസ് ഒക്കെ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പൊ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് പഠിച്ചു, എന്താണ് നമ്പർ സീക്വൻസ് പഠിച്ചു, പൊസിഷൻ എന്താണെന്ന് പഠിച്ചു, ടേം എന്താണെന്ന് പഠിച്ചു, കോമൺ ഡിഫറൻസ് എന്താണെന്ന് പഠിച്ചു. ആ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പൊസിഷൻ, ടേം, നമ്പർ സീക്വൻസ്, അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് കോമൺ ഡിഫറൻസ്. അപ്പോൾ എല്ലാ കോമൺ ഡിഫറൻസ് ഉള്ള സീക്വൻസും ഒക്കെ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണത് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാറുണ്ട്. നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിനെ കുറിച്ച് പഠിച്ചു. ഇനി അതിന്റെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക 5, 10, 15 എക്സെട്ര. ഈ ഒരു സീക്വൻസ് 15 മുകളിലുള്ള 20 എക്സെട്ര. പൊസിഷൻ ആൻഡ് ടേംസ് ആണ് ടോപ്പിക്. നമുക്കറിയാം ഫസ്റ്റ് നമ്പർ ഫസ്റ്റ് ടേം, സെക്കൻഡ് നമ്പർ സെക്കൻഡ് ടേം, തേർഡ് നമ്പർ തേർഡ് ടേം, ഫോർത്ത് നമ്പർ ഫോർത്ത് ടേം. അങ്ങനെയാണ് പൊസിഷൻ ആൻഡ് ടേംസ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ടേം ടു സെക്കൻഡ് ടേം 1D കാണാം. 1D that's equal to 1 common difference. നമ്മൾ പറയും 1D എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് ടേം ടു തേർഡ് 1D, തേർഡ് ടു ഫോർത്ത് 1D, ഫോർത്ത് ടു ഫിഫ്ത്ത് 1D. എല്ലാ ടേംസിന്റെയും ഡിഫറൻസ് ഒരു കോമൺ ഡിഫറൻസ് ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ടേം ടു സെക്കൻഡ് 1 ഡിഫറൻസ്, സെക്കൻഡ് ടേം ടു തേർഡ് 1 ഡിഫറൻസ്, തേർഡ് ടു ഫോർത്ത് 1 ഡിഫറൻസ്, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. കോമൺ ഡിഫറൻസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി നമുക്കറിയാം സാധാരണ ഇതിലെ പൊസിഷൻസ് പറയുമ്പോൾ കോമൺ ഡിഫറൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഡിനോട്ടഡ് ആസ് ഡി എന്നാണ്. സ്മോൾ ലെറ്റർ ഡി ആയിട്ടാണ് കോമൺ ഡിഫറൻസിനെ പറയുന്നത്. ഫസ്റ്റ് ടേമിനെ റെപ്രസെന്റ് ചെയ്യുന്നത് പല റെപ്രസെന്റേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ടേമിനെ എഫ് ആയിട്ട് പറയാറുണ്ട്, എ ആയിട്ട് പറയാറുണ്ട്, ടി ആയിട്ട് പറയാറുണ്ട്, എക്സ് ആയിട്ട് പറയാറുണ്ട്. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എഫും എക്സുമാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. എഫ് ആൻഡ് എക്സ്. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് ടേം എക്സ്, ഫസ്റ്റ് ടേമിനെ എക്സ് ആക്കി എടുക്കുമ്പോൾ x1 ആക്കി എടുക്കുമ്പോൾ സെക്കൻഡ് ടേം എക്സ് പ്ലസ് ഡി, വീണ്ടും ഡി ആഡ് ചെയ്യും. തേർഡ് ടേം എക്സ് പ്ലസ് 2d, ഫോർത്ത് ടേം എക്സ് പ്ലസ് 3d എക്സെട്ര. ഇവിടെ നോക്കൂ, ഫസ്റ്റ് ടേം എക്സ്, ഫസ്റ്റ് ടേമിന് എക്സ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. എഫ് ആയിട്ട് എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. എക്സ്, then adding one common difference x plus d, then again common difference x plus 2d, x plus 3d. ഇതാണ് ജനറൽ ഫോം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസിന്റെ ജനറൽ ഫോം ആണ് എക്സ്, എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് 2d, എക്സ് പ്ലസ് 3d എക്സെട്ര. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി നമുക്ക് ശ്രദ്ധിക്കുക, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ സീക്വൻസിലെ ഓരോ ടേം തമ്മിലുള്ള അതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ടേം തമ്മിൽ ഒരു പ്രത്യേകത ഉണ്ട്. നമുക്കിവിടെ നോക്കാം. ഫസ്റ്റ് ടേം എക്സ്, ഫസ്റ്റ് ടേം എക്സ്, കോമൺ ഡിഫറൻസ് ഡി. നമുക്ക് സെക്കൻഡ് ടേമിനെ റെപ്രസെന്റ് ചെയ്യാം x2, തേർഡ് ടേം x3, x4, x5 ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് x1 ആക്കി എടുത്താൽ മതി. ഫസ്റ്റ് x ആക്കി എടുക്കുക, അല്ലെ x1 ആക്കി എടുക്കുക. ദെൻ ഫസ്റ്റ് ടേം പ്ലസ് 1d ആണ് x2 എന്ന് പറയുന്നത്. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം പ്ലസ് 1 കോമൺ ഡിഫറൻസ്. ദെൻ x3 ഫസ്റ്റ് ടേം പ്ലസ് 2d 2 കോമൺ ഡിഫറൻസ്. ദെൻ x4 ഫസ്റ്റ് ടേം പ്ലസ് 3d 3 കോമൺ ഡിഫറൻസ്. ദെൻ x5 ഫസ്റ്റ് ടേം പ്ലസ് 4d. അപ്പോൾ അതിൽ നമുക്ക് ടെക്നിക്ക് മനസ്സിലായി വരുന്ന എല്ലാവർക്കും. സെക്കൻഡ് ടേം ഫസ്റ്റ് ടേം പ്ലസ് 1d, തേർഡ് ടേം ഫസ്റ്റ് ടേം പ്ലസ് 2d, ഫോർത്ത് ടേം ഫസ്റ്റ് ടേം പ്ലസ് 3d, ഫിഫ്ത്ത് ടേം ഫസ്റ്റ് ടേം പ്ലസ് 4d എക്സെട്ര എക്സെട്ര എക്സെട്ര. 10th അല്ലെങ്കിൽ 100th ടേം
first term plus 99d. First term plus 99d. ഇതാണ് നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസിന്റെ 2 മാർക്ക് തുടങ്ങുന്ന ഒരു പാർട്ടാണ് ഈ സെക്ഷൻ. അപ്പോൾ ഈ ചാപ്റ്ററിന് 12 മാർക്ക് 12 മാർക്കിന് വരുന്ന ഒരു ടോപ്പിക്കാണ്. അതിൽ 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് 5 മാർക്ക് ഒക്കെ വരുന്ന എല്ലാ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതിൽ 2 മാർക്കിന്റെ ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്, പൊസിഷൻ ആൻഡ് ടേംസ്. ഏതൊരു അരിത്തമാറ്റിക് സീക്വൻസ് തന്നു കഴിഞ്ഞാലും നമുക്ക് ഏത് ടേമും കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നു, ഫൈൻഡ് ദി 10th term of the AS. AS means എന്താണ്? അരിത്തമാറ്റിക് സീക്വൻസ്. ഇനി ആരും അരിത്തമാറ്റിക് സീക്വൻസ് ഒന്നും എഴുതാൻ പാടില്ല, അല്ല അരിത്തമാറ്റിക് സീക്വൻസ് ഒന്നും പറയാൻ പാടില്ല. AS. Find the 10th term of the AS. 2, 5, 8, etc. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അരിത്തമാറ്റിക് സീക്വൻസിന്റെ 10th ടേം കണ്ടുപിടിക്കണം. ചില ആളുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുന്ന വേഗം 10 ടേം എഴുതിയ 10th ടേം ആയി. അപ്പോൾ ആ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് കിട്ടും. അങ്ങനെ 10th ടേം കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ അതിനെ പൊസിഷൻ ആൻഡ് ടേംസിലൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഇതിന്റെ കോമൺ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, ദാറ്റ്സ് ഈക്വൽ ടു 3. കോമൺ ഡിഫറൻസ് 3 ആണ്. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം, ഫിഫ്ത്ത് ടേം മൈനസ് ഫോർത്ത് ടേം. അതിനെ പറയുന്നതാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം എന്താണ് 10th ടേം കണ്ടുപിടിക്കണം. x10 നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, ഓരോ കാറ്റഗറി ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. x10 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫസ്റ്റ് ടേം പ്ലസ് 9 കോമൺ ഡിഫറൻസ് ചേർന്നാലാണ് 10th ടേം. അപ്പൊ x1 പ്ലസ് 9d ആണെന്ത് x10 എന്ന് പറയുന്നത്. ഫസ്റ്റ് ടേം പ്ലസ് 9 കോമൺ ഡിഫറൻസ് ആണ് 10th ടേം എന്ന് പറയുന്നത്. ഇവിടെ ഫസ്റ്റ് ടേം ആരാ? ഈ സീക്വൻസിന്റെ 2. ഫസ്റ്റ് ടേം 2 പ്ലസ് 9d. 9d മീൻസ് എന്താ? 9 into 3. 9 into കോമൺ ഡിഫറൻസ് 3. ഇവിടെ എല്ലാവർക്കും തെറ്റിപ്പോകാറുണ്ട്. 2 മാർക്കിന്റെ ഒരു സെക്ഷൻ ആണ്. ഇവിടെ ഏത് ബുദ്ധികൾക്കും തെറ്റിപ്പോകാറുണ്ട്. ബുദ്ധി എന്ന് പറഞ്ഞാൽ ബുദ്ധിജീവികൾക്ക് തെറ്റിപ്പോകുന്ന ഒരു കേസാണ്. ആഡ് ചെയ്താണോ ഇൻറ്റു ചെയ്യുക, ഇൻറ്റു ചെയ്താണോ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ വലിയ തർക്ക, ആഡ് ചെയ്താണോ ഇൻറ്റു ചെയ്യുക, ഇൻറ്റു ചെയ്താണോ ആഡ് ചെയ്യുക. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇൻറ്റു ചെയ്താണോ ആഡ് ചെയ്യുക, ആഡ് ചെയ്താണോ ഇൻറ്റു ചെയ്യുക. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി അവർക്ക് എന്ത് പറയുന്നു? ഇൻറ്റു ചെയ്താണ് ആഡ് ചെയ്യുക. ബോർഡ് മാസ്റ്ററോട് പഠിച്ചിട്ടുണ്ട്. ബോർഡ് മാസ്റ്റർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ, അങ്ങനെ ഒരു പ്രത്യേക പാറ്റേണിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആഡ് ചെയ്താണോ ഇൻറ്റു ചെയ്യുക, ഇൻറ്റു ചെയ്താണോ ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾ എന്ത് പറയുന്നു? ഇൻറ്റു ചെയ്താണ് ആഡ് ചെയ്യുക. 2 പ്ലസ് 9 3s are 27. എത്ര കിട്ടി? 29 കിട്ടി. ഈ സീക്വൻസിന്റെ 10ാമത്തെ ടേം എത്രയാണ് വരുന്നത്? 29. നമുക്ക് 10ാമത്തെ ടേം അല്ല, 25th കാണാം, 100th കാണാം, ഏത് വേണേ കണ്ടുപിടിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് പൊസിഷൻ ആൻഡ് ടേംസ് എന്ന് പറയുന്നത്. പൊസിഷൻ ആൻഡ് ടേംസിൽ നിന്ന് 2 മാർക്കിന് വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ സീക്വൻസിൽ 10th ടേം ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. 10th ടേം എഴുതി കാൽക്കുലേറ്റ് ചെയ്തത്. 10th ടേം ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് 9 കോമൺ ഡിഫറൻസ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സെക്കൻഡ് ടേം ഫസ്റ്റ് ടേം പ്ലസ് 1d, തേർഡ് ടേം ഫസ്റ്റ് ടേം പ്ലസ് 2d, ഫോർത്ത് ടേം ഫസ്റ്റ് ടേം പ്ലസ് 3d, എക്സെട്രാ 100th ടേം ഫസ്റ്റ് ടേം പ്ലസ് 99d ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പൊ അതുകൊണ്ട് 10th ടേമിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? x1 പ്ലസ് 9d. എന്താ x1? ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം എവിടെ ഉണ്ട്? ക്വസ്റ്റ്യനിൽ ഉണ്ട്. 2 പ്ലസ് കോമൺ ഡിഫറൻസ് എത്രയാ? ജസ്റ്റ് ഒന്ന് സബ്ട്രാക്ട് ചെയ്യണം. എങ്ങനെയാ സബ്ട്രാക്ട് ചെയ്യേണ്ടത്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, ദാറ്റ് ഈസ് കോൾഡ് കോമൺ ഡിഫറൻസ്. അങ്ങനെ 3 കിട്ടി. ഇവിടെയാണ് കൺഫ്യൂഷൻ പിന്നെ ഉണ്ടാവുക. ഇൻറ്റു ചെയ്തിട്ടാണോ ആഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടാണോ ഇൻറ്റു ചെയ്തിട്ട് തന്നെ പൊട്ടങ്ങളി കളിച്ചിരിക്കും. അങ്ങനെ പൊട്ടങ്ങളി കളിച്ചിരിക്കുമ്പോഴാണ് തെറ്റിപ്പോവാറുള്ളത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം, ഇൻറ്റു ചെയ്താണോ ആഡ് ചെയ്യുക, ആഡ് ചെയ്താണോ ഇൻറ്റു ചെയ്യുക, ഇൻറ്റു ചെയ്താണ് ആഡ് ചെയ്യുക. 9 3s are 27. 27 plus 2 എത്ര കിട്ടി? 29. 10th term of the sequence equal to 29. കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ചെയ്യാം. അതേപോലെ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്.
അരിത്തമെറ്റിക് സീക്വൻസ് പഠിച്ചു, നമ്പർ സീക്വൻസ്, കോമൺ ഡിഫറൻസ്, പൊസിഷൻ ആൻഡ് ടേംസ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് 2 മാർക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ് പൊസിഷൻ ആൻഡ് ടേംസ്. അതിലൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നേരത്തെ കാണിച്ചിരുന്നു. Then next, find the 15th term of the AS 7, 11, 15 etc. ആ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ടേം 7 ആണ്. ഈ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേമിന് നമുക്ക് എടുത്ത് എഴുതാം x = 7. കോമൺ ഡിഫറൻസ് കാണാൻ നമ്മൾ ഐഡിയ പറഞ്ഞിട്ടുണ്ട്. എന്താ കോമൺ ഡിഫറൻസ്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ചിലതൊക്കെ നമുക്ക് നോക്കിയാൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും, ചിലത് വേണം എഴുതി കണ്ടുപിടിക്കാം. അത് ഓരോരുത്തരെ ഐഡിയ പോലെ. 11 - 7, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, ദാറ്റ്സ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് 4. Then find the 15th term of the AS. 15th term ആണ് x50 ആണ് കണ്ടുപിടിക്കേണ്ടത്. x50 നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? x plus 49d. x50 is equal to first term plus 49d. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഫസ്റ്റ് ടേം പ്ലസ് 49d ആണ് 15th ടേം. ഓരോ കാറ്റഗറി നമ്മൾ പഠിച്ചതാണ്. ഫസ്റ്റ് ടേം എത്ര? ഫസ്റ്റ് ടേം 7 പ്ലസ് 49 into കോമൺ ഡിഫറൻസ് 4. 49 into 4. Then നമുക്കിവിടെ ചെക്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇൻറ്റു ഇതാണോ ആഡ് ചെയ്താണോ ഇൻറ്റു ചെയ്യുക. അപ്പൊ നിങ്ങൾ എല്ലാവരും വിളിച്ചെന്ന് പറയുന്നു ഇൻറ്റു ഇതാണ് ആഡ് ചെയ്യുക. അപ്പൊ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ നടത്തണം, പിന്നെ മാത്രമേ അഡിഷൻ നടത്താൻ പാടുള്ളൂ. ഇൻറ്റു ചെയ്താൽ എത്ര വരുന്നത്? 49 into 4. 9 4s are 36, balance 3. 4 4s are 16 plus 3 196. 196 plus 7 എത്ര കിട്ടി? 203. അപ്പോൾ ഈ സീക്വൻസിന്റെ 15th ടേം ഈക്വൽ ടു 203. വളരെ പെട്ടെന്ന് ലോജിക്ക് നമുക്ക് മനസ്സിലാക്കി എടുക്കണം. വളരെ ഈസിയാണ് 2 മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ. 2 മാർക്ക് ഇതിൽ ക്വസ്റ്റ്യൻ, ഈ ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ അടിക്കാറില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫസ്റ്റ് ടേം 7, d കോമൺ ഡിഫറൻസ് 4, 15th ടേം x50, ഫസ്റ്റ് ടേം പ്ലസ് 49d, ഫസ്റ്റ് ടേം പ്ലസ് 49d. അങ്ങനെ എഴുതി നോക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വേരിയബിൾ വെച്ചിട്ട് പറയാം x plus 49d, 7 plus 49 into 4. ഇനി നമ്മൾ മനസ്സിലേക്ക് ചൊല്ലി നോക്കുക. ഇൻറ്റു ഇതാണോ ആഡ് ചെയ്താണോ ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്തു, ആഡ് ചെയ്തു, 203. Then second question, first term 20, common difference 5, find 100th term. First term 20, common difference 5, find 100th term എന്നാണ് ചോദിച്ചത്. 100th term ചെറിയതൊക്കെയാണ് നമുക്ക് വേറെ എഴുതി ചില ആളുകൾ കണ്ടുപിടിച്ചിരിക്കാം. പക്ഷേ find 100th term ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ടേമിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? x that's equal to 20. x1 എഴുതിയാലും കുഴപ്പമില്ല, x എഴുതിയാലും കുഴപ്പമില്ല. ഓരോരുത്തരെ ഇഷ്ടം പോലെ എഴുതാം. ഒരു അധ്യാപകന്റെ ഇഷ്ടം പോലെയല്ല, വിദ്യാർത്ഥികൾ ഓരോ ടെക്നിക്കലിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. x equal to 20. Then common difference d. common difference d എഴുതിയാൽ മതി. അതിനെ ശരിയാക്കി വേറെ വേരിയബിൾ ആക്കി മാറ്റണ്ട. common difference d that's equal to 5. common difference 5. Then 100th term എങ്ങനെ 100th term റെപ്രസെന്റ് ചെയ്യാം? x 100 equal to x plus 99d. x plus 99d. ഫസ്റ്റ് ടേം പ്ലസ് 99. ഇനി ഒറ്റയാക്കും മറന്നു പോകരുത്. ഏത് ടേം ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ കഴിയണം. x50 എത്ര ചോദിച്ചാൽ x plus 49d. x100 എത്ര? x plus 99d. x20 എത്ര? x plus 19d. ഈ വേറെ നാക്കുണ്ട്. x11 എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെല്ലെ പറഞ്ഞാൽ മതി. x plus 10d ആണ്. അത് വളരെ സൈലന്റ് ആയിട്ട് പറഞ്ഞാൽ മതി. x plus 10d എന്ന് പറഞ്ഞിട്ട് അലമ്പുണ്ടാക്കിയത്. x plus 10d. x25 എത്ര? x plus 24d. ഏത് ടേമിന്റെ പൊസിഷൻ എഴുതാൻ കഴിയണം? then x100 equal to x plus 99d. x that's equal to 20 plus 99 into 5. 99 into 5. common difference 5. into ഇതാണോ ആഡ് ചെയ്യുക? ആഡ് ചെയ്താണോ into ചെയ്യുക? into ഇതാണ് ആഡ് ചെയ്യുക. into ചെയ്തു. 99 into 5 എത്രയായിരിക്കും വരിക? 495. 495. 495 plus 20 എത്രയാ? 550. 550. അപ്പോൾ ഈ സീക്വൻസിന്റെ 100th ടേം എത്ര?
550. ഏത് അരിത്തമെറ്റിക് സീക്വൻസ് നിന്ന് കഴിഞ്ഞാലും വളരെ പെട്ടെന്ന് വിത്തിൻ 1 സെക്കൻഡ് കൊണ്ട് ആ സീക്വൻസ് എഴുതാതെ തന്നെ നമുക്ക് അതിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും, ടേംസ് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് 2 മാർക്കിന് വരുന്ന ഒരു ടോപ്പിക്. അപ്പൊ ചില ആളുകൾ സംശയം, വെറും പോസിറ്റീവ് നമ്പർ മാത്രമാണോ? നമുക്ക് പോസിറ്റീവ് നമ്പറിനെ കൊണ്ടുള്ള ഒരു പരിപാടിയില്ല. എക്സാമിനൊക്കെ ചോദിക്കുക നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് നമ്പറിന്റെ ചോദ്യം, ഫസ്റ്റ് ടേം -5, കോമൺ ഡിഫറൻസ് 5, ഫൈൻഡ് 10th ടേം. ഏതാണ് നമുക്ക് 10th ടേം കണ്ടുപിടിക്കാം? അത് കുഴപ്പമില്ല. എങ്ങനെ 10th ടേം നമുക്ക് എഴുതാൻ പറ്റുക? 10th ടേം ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് 90. മറന്നുപോയത് എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കണം. 10th ടേം ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് 90. ഫസ്റ്റ് ടേം ചെറിയ വ്യത്യാസമുള്ളൂ. ടേം ഇവിടെ എത്രയാണ്? -5 ആണ്. -5 പ്ലസ് കോമൺ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് 5 ആണ്. അപ്പൊ അവിടെ ഇൻറ്റു 5 കൊടുത്തു. നമുക്കറിയാം ഇൻറ്റു ഇതാണ് ആഡ് ചെയ്യാം. -5 9 × 5 എത്ര? 45. 9 5s are 45. പോസിറ്റീവ് നെഗറ്റീവ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലാർജർ നമ്പർ മൈനസ് സ്മോളർ നമ്പർ പുട്ട് ലാർജർ സൈൻ. പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെ ആഡ് ചെയ്യുക? ലാർജർ നമ്പർ മൈനസ് സ്മോളർ നമ്പർ പുട്ട് ലാർജർ സൈൻ. 45 - 5 40, ലാർജർ സൈൻ പോസിറ്റീവ്. അപ്പൊ x 10th ടേം ഓഫ് ദി സീക്വൻസ് എത്രയാണ് വരുന്നത്? 40 ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് അത് കണ്ടുപിടിച്ചു. ഇനി നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്തതിനു ശേഷം കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ തരും. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഫസ്റ്റ് ടേം 10, കോമൺ ഡിഫറൻസ് -2, 25th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം 25th ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? എല്ലാവരും പറഞ്ഞാട്ടെ. x plus 24d, ഫസ്റ്റ് ടേം പ്ലസ് 24d. ഫസ്റ്റ് ടേം ഇവിടെ എത്രയാ? 10. 24 into കോമൺ ഡിഫറൻസ് -2 into ഇതാണ് ആഡ് ചെയ്യുക. 24 into -2 -48. പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെ ആഡ് ചെയ്യുക? ലാർജർ പൊസിഷൻ മൈനസ് ലാർജർ നമ്പർ മൈനസ് സ്മോളർ നമ്പർ പുട്ട് ലാർജർ സൈൻ -38. അപ്പൊ ഇതിലെ 25th ടേം എത്ര വരുന്നത്? -38. അപ്പൊ നമ്മൾ ഈ 4 പ്രോബ്ലം ചെയ്തു. 4 പ്രോബ്ലം നമ്മൾ പൊസിഷൻ ആൻഡ് ടേംസിലൂടെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ആ പൊസിഷൻ ആൻഡ് ടേംസിലൂടെ 2 മാർക്കിന് വരുന്ന ഒരു ടോപ്പിക്കാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നു കഴിഞ്ഞാലും, ഏതൊരു ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസ് തന്നു കഴിഞ്ഞാലും എനി ടേം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്. അത്രയും ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കഷൻ ചെയ്യുന്നത്. ഒന്നുകൂടി ഞാൻ റിവൈസ് ചെയ്യാണ്. What is mean by arithmetic sequence? Arithmetic sequence is a sequence starting with a number, adding a fixed number again and again. നമ്മൾ പഠിച്ചു. Then arithmetic sequence എന്തൊക്കെ ഉണ്ട്? Position and terms ഉണ്ട്. First number, first term, second number, second term, third number, third term, fourth number, fourth term, etc. അങ്ങനെ കൊടുക്കുന്നു. Then common difference എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം. ദാറ്റ് ഈസ് കോൾഡ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നു. Then ഇനി നമ്മൾ അതിന് ശേഷം പൊസിഷനെ റെപ്രസെന്റ് ചെയ്ത് എഴുതുന്നു. ഫസ്റ്റ് ടേം പ്ലസ് 1d സെക്കൻഡ് ടേം, ഫസ്റ്റ് ടേം പ്ലസ് 2d തേർഡ് ടേം, ഫസ്റ്റ് ടേം പ്ലസ് 3d ഫോർത്ത് ടേം, ഫസ്റ്റ് ടേം പ്ലസ് 9d 10th ടേം, ഫസ്റ്റ് ടേം പ്ലസ് 10d 11th ടേം, ഫസ്റ്റ് ടേം പ്ലസ് 49d 50th ടേം. അത് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ 5-6 ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ചെയ്തു. ഇതാണ് ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് ഈ ചാപ്റ്ററിൽ വരുന്നത്. എല്ലാവരും റിവൈസ് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് വെച്ച് നോക്കി റിവിഷൻ നടത്തുക. ആദ്യത്തെ ഭാഗം നമ്മൾ ഇന്നിവിടെ ഫിനിഷ് ചെയ്യും.